യേശു പ്രാർത്ഥന പഠിപ്പിച്ചു. ജീസസ് ടോട്ട് അസ് ടു പ്രേ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥിക്കാൻ. നമുക്കെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്ന്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസികൾ. എന്നാൽ പലർക്കും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളുണ്ട്. അപ്പം ദർ ഇസ് സം പ്രോബ്ലം, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ഒന്ന് സോർട്ട് ചെയ്തിരുന്നെങ്കിലെന്ന് നമ്മൾ ചിന്തിക്കും. ഇന്നലെ തന്നെ ഞാൻ വീട്ടിലിരുന്നപ്പം ഒരു കാര്യത്തെ ഓർത്ത് ഞാനിങ്ങനെ പല സമയം നമ്മൾ ചില വിഷമങ്ങളെടുത്ത് അതങ്ങ് മലയാക്കും. നമ്മളിങ്ങനെ വലുതാക്കി ചിന്തിച്ച് അത് എല്ലാവർക്കും കാണും. ചിലർക്ക് സ്ത്രീകൾക്കായിരിക്കണം കൂടുതൽ, പുരുഷന്മാർക്കും ഉണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പം ചില ആണുങ്ങൾക്കൊക്കെ ഡിപ്രഷന്, ഭ്രാന്തൊക്കെ വരുമല്ലോ. അതൊക്കെ ബിക്കോസ് ഇതിങ്ങനെ വലുതായി അവർക്കിത് പഠിക്കാൻ വയ്യാത്ത. അപ്പം പ്രാർത്ഥന എന്തെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ എന്നല്ല. റോമർക്കെഴുതിയ ലേഖനം 8:26-28 പറയുന്നുണ്ട്, പ്രാർത്ഥന നമ്മൾ ഞരങ്ങുന്നത് പോലും ദൈവം കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണ് പ്രോബ്ലം എന്ന് ചിന്തിക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കുർബാന എടുക്കുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ അനുഗ്രഹം എൻ്റെ കയ്യിൽ കടന്നു വരുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ മക്കൾക്ക് അവർക്ക് അർഹിക്കുന്നതായ അനുഗ്രഹം എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല? ഇതൊക്കെ മിക്ക ദൈവവിശ്വാസികൾക്കും ഉള്ള പ്രശ്നങ്ങളാണ്. എന്തിനാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിപ്പം റോമർക്കെഴുതിയ ലേഖനം 8:26 വായിച്ചേക്കാം. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ നെടുവീർപ്പ് പോലും പക്ഷപാതമായിട്ട് ചെല്ലുന്നുണ്ടെന്ന് വേദപുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്കൊരു ഡെഫിനിഷൻ, ഇതിങ്ങനെ ഒരു നിർവചനം ഇതായിരിക്കണം എന്ന് പറയാൻ ആക്കത്തില്ല. കാരണം ഗോഡ് വർക്ക്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതുപോലെ തന്നെ കർത്താവിന് ജീവിച്ചിരുന്ന കാലത്ത് യേശു ക്രിസ്തു ഒരേപോലെ അല്ല മിറക്കിൾസ് അല്ലെ അതിശയങ്ങൾ ചെയ്തു. ഒരു കണ്ണുപൊട്ടനോട് കർത്താവ് പറഞ്ഞു സൗഖ്യമാവും. വേറൊരാളുടെ കണ്ണയിൽ കർത്താവ് ചെളി എടുത്തിട്ട് തുപ്പിയേച്ച് പുരട്ടിയേച്ച് ശീലോക കുളത്തിൽ കഴുകാൻ പറഞ്ഞു. കുഷ്ഠരോഗിയെ ചിലരെ തൊടുന്നു, ചിലരെ തൊടാതെ വാക്കുകൊണ്ട്. അപ്പം പലതരത്തിൽ ദൈവം ചെയ്യുമ്പം പ്രാർത്ഥനയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ ആത്മാവിന് ദൈവത്തോട് എങ്ങനെ ചേരണമെന്ന് അവനവൻ ആത്മാവിൽ അറിയേ ഒക്കത്തുള്ളൂ. എന്നാൽ ചില നിബന്ധനകൾ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മളോട് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തണോ? യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം പ്രാർത്ഥന ഒരു വരദാനമാണ്. അതൊരു വരമാണ്. എല്ലാവർക്കും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിവില്ല. എന്നാൽ ചിലർ പ്രാർത്ഥിക്കാൻ തന്നെ ആഗ്രഹം കാണിക്കും. എനിക്ക് കോഴിക്കോട് ചെറിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് വീട്ടിലൊത്തിരി പ്രശ്നമുണ്ട്. പക്ഷേ അവർ ഓടി നടന്ന് വേദപുസ്തകത്തിൻ്റെ ട്രാക്റ്റ് ഇങ്ങനെ പലയിടത്തും കൊണ്ട് കൊടുക്കാനും, ചർച്ചകൾക്ക് വേണ്ടി അവിടെ പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവിടെ ഓരോ വരുന്ന അംഗങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറയും ഈ സ്ത്രീക്ക് ഈ കൃപയാണ്, അവരതിലാണ് സന്തോഷിക്കുന്നത്. ഐ ഹാവ് സീൻ ദാറ്റ്. എന്നാൽ ചിലർക്ക് അവരവരുടെ ഭവനത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനായിരിക്കും. അതുകൊണ്ട് ഏതാ ശരി തെറ്റെന്നുള്ളതല്ല, ഈ ദൈവത്തിൻ്റെ അടുക്കൽ ഏത് വരമാണ് പ്രാർത്ഥനയ്ക്ക് നിനക്ക് തന്നിരിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്തിട്ട് ദൈവത്തോട്. അപ്പം ഞാൻ കാണുന്നത് പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, ചിലർ മൗനമായിട്ടിരിക്കും, ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടെ ആയിരിക്കും, ചിലർ വേദപുസ്തകം വായിക്കുമ്പോഴായിരിക്കും. എങ്ങനെയാണെങ്കിലും ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതും ആശ്രയിക്കുന്നതുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മുട്ടുകുത്തി കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക പോസ്ചറുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പലര് ഇന്നത് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇന്ന സമയം. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സംസാരം പോലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമ്മൾ സംസാരിക്കുന്നേ ഉള്ളൂ, പ്രാർത്ഥിച്ചു പോലുമില്ല. അങ്ങനെ എൻ്റെ കൂടെ ഒരാൾ അവരുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നമായിട്ട് 1 മാസം എൻ്റെ കൂടെ വന്ന് നിന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ കൂടുതലായിട്ട് ആ കുഞ്ഞിനോട് ഞാൻ സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു,
ഒരു കാര്യം ചെയ്യുക, നീ കിടക്കാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് നീ കിടക്കാൻ പോകുന്നത്, നീ ആ ബെഡ്റൂമിൽ കിടന്ന് കിടക്കുമ്പോൾ രാത്രി യേശു വന്ന് നിന്നോട് സംസാരിക്കുന്നു എങ്കിൽ കേൾക്കണം എന്ന് ഞാൻ അതിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരം എടുത്തപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ വല്ലതും കേട്ടോ കുഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഞാൻ കേട്ടില്ല ആൻറ്റി, പക്ഷേ കരിയിലയുടെ മുകളിൽ കൂടെ കാലി ചവിട്ടി യേശു എൻ്റെ അടുക്കൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന്. ദാറ്റ് ഈസ് ഇനഫ്. അവൾക്കത് മതിയായിരുന്നു. ആൻഡ് ഷീ ഓവർകെയിം ദറ്റ് പ്രോബ്ലം. എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥനയല്ല ഞങ്ങൾ അന്നേരം ചെയ്തത്. ഈ വാക്യമാണ് ഈ ദൈവം തമ്പുരാൻ അന്ന് എടുപ്പിച്ചത്. യാക്കോബിൻ്റെ 5:16 ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുത്തിന് വേണ്ടി മറ്റുവൻ പ്രാർത്ഥിക്കുക. അത് രോഗശാന്തിക്ക് തന്നെയല്ല, എല്ലാത്തിനും ഉപയോഗിക്കാം. അടുത്ത വാക്യമാണ് ഇമ്പോർട്ടൻറ്റ്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം ഞങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ അന്യോന്യം സംസാരിക്കുക, കൂടുതൽ പ്രാർത്ഥന. അതുകൊണ്ടൊരു ചെറിയ പ്രാർത്ഥന, പക്ഷേ ഈ പറഞ്ഞത് മുഴുവനും ദൈവം കേൾക്കുകയാണ്. എന്നാൽ നമ്മൾ പറയുന്നത് പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്നെന്ന് മലാക്കി 3:16 പറയുന്നു. ദൈവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പം ഭക്തന്മാരുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ സംസാരം ദൈവം വ്യക്തമായിട്ട് കേൾക്കുക തന്നെയല്ല, നമ്മളൊരു വാക്യം പറയുമ്പോൾ അല്ലെ ഒരു ഉത്തരം പറയുമ്പോൾ അത് ദൈവം തന്നെയാണ് പറഞ്ഞതെന്ന വിധത്തിൽ അപ്പുറത്ത് പ്രവർത്തിപ്പിക്കുന്നത് ദൈവമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ വേണം ഉത്തരം കൊടുക്കാൻ. പ്രിൻസിപ്പിൾസ് തെറ്റുന്നില്ല. വേദപുസ്തകത്തിൽ മാറ്റമില്ലാത്ത സത്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലൊരു പ്രശ്നമുണ്ട്, അപ്പനും മക്കളും കൂടെ പിണങ്ങിയിരിക്കുന്നു, വിവാഹത്തിന് അപ്പൻ വരത്തില്ല എന്ന് വാശി പിടിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? കല്യാണത്തിനെല്ലാം ശരിയാക്കി അപ്പൻ മറുത്ത് മാറി നിൽക്കുക. എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നറിയാം. ആ ഒരു സാഹചര്യം നമ്മൾ എന്തെടുക്കും? നമ്മൾ പ്രാർത്ഥനാ വരമുള്ളവരെ അടുക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കും. ഒന്നുകിൽ അവരുടെ കല്ല് പോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കണം. സാവേ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആ കല്ല് പോലുള്ള ഹൃദയം മാംസളമാറ്റി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല എങ്കിൽ ചിലപ്പോൾ അപ്പനെ മാറ്റി നിർത്തിയും കർത്താവ് വിവാഹം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്താണ് ഓരോ സന്ദർഭത്തിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഏറ്റവും ഉചിതമായത് അവരെല്ലാവരും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഒക്കത്തില്ല എങ്കിൽ ഉത്തരം ചോദിച്ചു വാങ്ങിക്കേണ്ടത് ദൈവത്തോടാണ്. വേദപുസ്തകത്തിൽ അപ്പനായിട്ട് ചിലപ്പോൾ യേശു തന്നെ കടന്നു വരും. ഡിപ്പെൻഡൻസി ഓൺ ഗോഡ്, ദൈവത്തെ അങ്ങേയറ്റം ആശ്രയിക്കണം. ഈ ഫെയ്ത്തിനെക്കാട്ടിൽ എബവ് ആണ് ഡിപ്പെൻഡൻസി. ദൈവത്തെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശു തന്നെ കാണിച്ചിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:19 ഇങ്ങനെയാണ്. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. ഞാൻ പറയുന്നത്, യേശു ക്രിസ്തു പറഞ്ഞു ഞാനങ്ങോട്ട് ചെയ്യാമെന്ന് യേശു പറയുന്നില്ല. പിതാവ് എന്തെങ്കിലും ചെയ്തിട്ട് അത് കാണുന്നത് മാത്രം, എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യുന്നു. സി ദ ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ഫാദർ ഗോഡ്. ദർ ഇസ് നോ ഫാദർ ഗോഡ്, പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് നിൽക്കുന്നതുണ്ട്. അതേപോലെ തന്നെയാണ് അവൻ്റെ സുവിശേഷം 5:30 അത് തന്നെ പറയുന്നു. വീണ്ടും പറയുന്നു 30, എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്തിൽ ചെയ്യാൻ ഇച്ഛിക്കുന്നുണ്ട് എൻ്റെ വിധി നീതി. അപ്പോൾ പിതാവ് എന്ത് പറയുന്നോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻസി ഓർ ട്രസ്റ്റിംഗ് എബവ് അവർ ഓൺ എബിലിറ്റി. അത് യേശു കാണിക്കുന്നത് വ്യക്തമായിട്ട് യോഹന്നാനിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. യോഹന്നാൻ്റെ 8:38 വളരെ പ്രധാനപ്പെട്ട ചില, യേശുവാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ നമുക്കില്ലല്ലോ. ക്രിസ്തുവില്ലാത്ത എന്ത് പ്രാർത്ഥന, ക്രിസ്തുവില്ലാത്ത എന്ത് വിശ്വാസം. ഈ 8:38 ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ്റെ 8:38 പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യേശു പറയാണ്, ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞ് കേട്ടതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. 8 അതുപോലെ തന്നെ 14:31 വേദപുസ്തകത്തിൽ ഒക്കത്തിനും ഇപ്പം നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാം, പക്ഷെ നമുക്ക് ക്ലാരിറ്റിയാണ് ഇവിടെ ആവശ്യം. 14:31 പറയുന്നു, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു,
എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ, എഴുന്നേൽപ്പിൻ, ഞാൻ പോകാം. അപ്പം ഈ പിതാവ് എന്നിലും ഞാൻ പിതാവിലും, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു, പിതാവ് എന്നോട് കൽപ്പിച്ച ദൈവം കൽപ്പിക്കുന്ന അല്ലാതെ ഒന്നും യേശു ചെയ്തില്ല. ക്രൂശ് മരണത്തിനു മുമ്പ് ഭാരമുണ്ടായിരുന്നു, പിതാവിനറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ മോശെ ഏലിയാവും മറുരൂപം അത് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വന്നിട്ട് ബലപ്പെടുത്തുകയാണ്. അത് കർത്താവിൻ്റെ ബലം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്തേ ഒക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്തിട്ടുണ്ട്. വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയാൻ അവകാശമില്ല. സംടൈംസ് വി ഗോ ത്രൂ ട്രയൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, ബട്ട് ദാറ്റ് ഈസ് ദ ടൈം വെൻ യു സീ ഗോഡ് മോർ ക്ലിയർലി. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു, ദൈവമേ ഇപ്പോൾ, ഈ യോഹന്നാൻ്റെ സുവിശേഷം 17 പറയുന്നു, ഇപ്പോൾ നീ നിൻ്റെ മഹത്വം എനിക്ക് കാണി. ദൈവത്തിന് 17:3 ഇങ്ങനെയാണ് പറയുന്നത്. ദീസ് ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 17:5 വായിക്കുന്നു ഞാൻ. 5 ഈ 4-5 നീ എനിക്ക് ഇപ്പോൾ റൈറ്റ് നൗ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. അപ്പം ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്കൊരു മഹത്വമുണ്ട്, ആ മഹത്വത്തിൽ എന്നെ നീ ആക്കിയെടുക്കണമേ. അതാണിത് പിതാവിനോട് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ്. നമ്മളിലുണ്ടെന്നുള്ള ബോധം ആദ്യം വരണം. അപ്പം ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടും തൻ്റെ മഹത്വം അല്ലെ ഗ്ലോറി സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ട് പൂർണ്ണ മനുഷ്യനായിട്ട് വന്ന് ഈ ലോകത്തിൽ പാപമില്ലാതെ ജീവിക്കാമെന്ന് കാണിച്ചു തന്ന എക്സാമ്പിൾ യേശുക്രിസ്തു ഒരുവൻ മാത്രം. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ അതാ പറയുന്നില്ല, അതാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരിക്കുമോ? ഗോഡ് സെഡ് ഐ ആം ഹൂ ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നു. അപ്പം ഞാനാകുന്നവൻ ഞാൻ എന്ന് പറയുമ്പം ഞാനാകുന്നവൻ ആരെ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലോർഡ്, യു ആർ മൈ ഗോഡ്, യു ആർ മൈ ലോർഡ്, യു ആർ മൈ സേവിയർ, യു ആർ മൈ റിഡീമർ, യു ആർ ദ കവനന്റ് പാർട്ട്ണർ, യു ആർ ദി വൺ ഹൂ യുണൈറ്റ്സ് ദ ഫാമിലി, യു ആർ ലവ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ആ ദൈവപ്രവർത്തനം നമ്മളിലേക്ക് വരും. ക്രിസ്തു കാണിച്ച എക്സാമ്പിൾ അല്ലേ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച കർത്താവ് എക്സാമ്പിളായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ, അതായത് ലോർഡ്സ് പ്രയർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധം, നിൻ്റെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച ഒരു മോഡൽ പ്രെയറാണ്. പക്ഷേ ആ പ്രെയറിനകത്ത് എന്താണ്? ആദ്യമേ പിതാവിനെ മഹത്വം കൊടുക്കുന്നു, പിന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മുടെ ബലഹീനതയെ രക്ഷിക്കണം, പിന്നെ നമ്മൾ ദൈവത്തിന് വീണ്ടും മഹത്വം കൊടുത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ക്ലിയറായിട്ട് എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് വേദപുസ്തകത്തിൽ മുത്തുകൾ കിടക്കുന്നത് അവിടെ ഇവിടെയും കിടക്കുന്നത് പെറുക്കിയെടുത്ത് ഞാൻ തരികയാണ്. എന്തിനാ? നമ്മൾ പ്രാർത്ഥിച്ചത് നേടിയെടുക്കുന്നിടം വരെ അപ്പച്ചൻ്റെ അടുക്കയിൽ നിന്ന് മാറില്ല. ഈ സംഖ്യാപുസ്തകം 23:17-24 എന്നാ വ്യാജം പറയാൻ ദൈവം എന്നാ മനുഷ്യനാണോന്ന്? അവനൊരു പറഞ്ഞ കാര്യം ചെയ്തെടുക്കുമെന്ന്. കർത്താവ് നുണ പറയുന്നവനല്ല. ഒരു വാഗ്ദത്തം എനിക്ക് ദൈവം തന്നാൽ ആ വാഗ്ദത്തത്തിൽ 1 കൊരിന്ത്യർ 1:20 പറയുന്നത് സകല വാഗ്ദത്തങ്ങളും ആൻഡ് അമേൻ എന്ന് പറയുന്നത്, എസ് ആൻഡ് അമേൻ എന്ന് പറയുന്നത് എനിക്കുള്ളത് ഞാൻ എൻ്റേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് തിരിച്ചു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടും. അതല്ല പ്രാർത്ഥിക്കാനും നെടുവീർപ്പോടെ. ചില സ്ത്രീകൾ കമന്ന് കിടന്നു. എന്നോട് അടുത്തൊരു ഒരാൾ പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ വേദപുസ്തകം എടുത്ത് വെച്ച് 2-3 ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞ് പിന്നെ കമന്ന് നെടുമ്പാടി ഞാനങ്ങ് കിടക്കും രാവിലെ വരെ അവിടെ തന്നെ. അങ്ങനെ ദാവീദ് ചെയ്തില്ലേ? അപ്പോൾ പ്രാർത്ഥനയുടെ രീതിക്കല്ല, എന്താണ് നമ്മുടെ ഹൃദയവും ദൈവവുമായിട്ടുള്ളത്. എല്ലാ മോഡൽ പ്രെയർ തന്നിട്ട് യേശു പറഞ്ഞു പിതാവ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടും അല്ലാത്ത ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടാത്തത് പിതാവിൻ്റെ ഉത്തരത്തിനനുസരിച്ച് നമ്മൾ അടുത്ത് ചെന്നിട്ടില്ലായിരിക്കാം. പക്ഷെ തീർത്തും കർത്താവ് പറയുന്ന അടുത്തു പോവാം. ആദ്യമേ നമ്മുടെ പ്രാർത്ഥന ജഡീകമാണേലും കുറേശ്ശെ കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് അത് ആത്മീയമാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ യേശു തരുന്നത് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ ഇന്നതായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഹൃദയം നീറിയവരെ, നെഞ്ച് പൊട്ടിയിരിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഏത് രൂപത്തിലാണെങ്കിലും ദൈവത്തോട്, ചിലപ്പോൾ ചിലർ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് ദൈവത്തോട് സംസാരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഓടിച്ചെല്ലും. മനുഷ്യന് ശക്തി, മനുഷ്യനെ അറിയാൻ ദൈവത്തിന്. പക്ഷെ ദൈവത്തെ മറന്ന് വേറൊരിടത്തോട്ട് പോകുന്ന ദൈവത്തിന് സഹിക്കൂല. അല്പം സങ്കടം ഉണ്ടെങ്കിൽ ദൈവത്തോട് തന്നെ ചെന്ന് പറയാം. നമുക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം പരിശുദ്ധമാകട്ടെ, രാജ്യം വരണമെന്ന് തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ തരണമേ.
കർത്താവേ, ഞങ്ങളുടെ കടങ്ങളെ നീ ക്ഷമിക്കണം. മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നീ ഞങ്ങളുടേത് ക്ഷമിക്കാനുള്ള മനസ്സിട്ട് തരണം. സ്വർഗത്തിലും ഭൂമിയിലും ഏക സത്യ ദൈവമാകുന്ന നിന്നിൽ കൂടെയാണ് പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ ഒക്കുന്നത്. അവിടെ ഒന്ന് എത്തിച്ചെല്ലാൻ വേണ്ടി ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക. പിതാവിനും അതുതന്നെ ആഗ്രഹം. എങ്ങനെയെങ്കിൽ ഈ മക്കൾ ഏതൊക്കെയാണെങ്കിലും എൻ്റെ അടുക്കലേക്ക് പുത്രൻ്റെ രക്തവും പിടിച്ച് കയറി വരട്ടെ എന്ന്. അതാണ് പ്രാർത്ഥന. പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക. ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തു വ്യക്തമായിട്ട് യോഹന്നാനിൽ പറയുന്നു, പിതാവ് ചെയ്യുന്നതും പിതാവ് പറയുന്നതും അല്ലാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മളൊക്കെ ഓരോന്ന് സ്വയമേ ചെയ്ത് വെച്ച് ഞാനത് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പൂർണ്ണമായിട്ട് നിൻ്റെ ആത്മാവ് വരാതെ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റേതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ക്രിസ്തു പറഞ്ഞതുപോലെ പിതാവ് എന്ത് ചെയ്യുന്നോ, പിതാവ് വിടുന്നോ, ദൈവം അനുവദിച്ചാൽ എന്നൊക്കെ ചേർത്ത് പറയാൻ തക്കവണ്ണമുള്ള വിനയം. അത് ചുമ്മാ കേൾപ്പിക്കാൻ വേണ്ടിയില്ല, ഹൃദയത്തിൽ നിന്ന് പറയാൻ ഉള്ള ആത്മാവിട്ട് തരണം. തലമുറകളുടെ മേൽ നിൻ്റെ ശാശ്വത ഭുജം വെച്ച് നീ അനുഗ്രഹിച്ചിരിക്കുന്നതിന്, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവരെ കണ്ടിരിക്കുന്ന ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നതിന് സ്തോത്രം. നിൻ്റെ രാജ്യം ഭൂമിയിൽ ഉണ്ടാക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് രാജാതിരാജാവായിട്ട് കിങ് ഓഫ് കിങ്, ലോർഡ് ഓഫ് ലോർഡ്സ് ആയിട്ട് ഇരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. ഏത് പാവത്തിലും രൂപത്തിലും ആണെങ്കിലും നിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ നിൻ്റെ നെഞ്ചാകുന്ന തിരശ്ശീല രണ്ടായിട്ട് മുറിച്ച് ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന പുത്രൻ്റെ ആ വഴിയിൽ കൂടെ ഞങ്ങളകത്ത് കയറി വന്ന് പിതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി സാഷ്ടാംഗം കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളുടെ കുടുംബത്തിൻ്റെ, ദേശത്തിൻ്റെ, പള്ളികളുടെ, സഭകളുടെ ഒക്കെ തന്നെ നീ മതിയായ രാജ്യം എല്ലാം നിൻ്റേതായി മാറട്ടെ. അപ്പച്ച നാഥൻ്റെ ആ വിശുദ്ധി സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കാനുള്ള കൃപ തന്നാട്ട്. പ്രാർത്ഥനയോടെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.